ചേട്ടാ, നമുക്കറിയാം ഇലോൺ മസ്ക് ലോക കോടീശ്വരന്മാരിൽ ഒരാളാണ്. ഇലോൺ മസ്ക് പുതുതായിട്ട് ജർമ്മനിയിലെ ഒരു പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ത്യയിലാണെങ്കിൽ കോൺഗ്രസ് ആക്ഷേപിക്കുന്നത് BJP അംബാനി അദാനി കൂട്ടുകെട്ടിൽ അവർക്ക് വേണ്ടിയിട്ട് പിന്തുണ വയ്ക്കുന്നു. BJP തിരിച്ച് ജോർജ് സോറസ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു. അങ്ങനെ ലോകത്തിലെ കോടീശ്വരന്മാർ ലോകരാജ്യങ്ങൾ ഭരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും, ഒരു പ്ലൂട്ടോക്രസി സംവിധാനത്തിലേക്ക്. ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് പ്ലൂട്ടോക്രസി എന്ന് പറയുന്നത്. പ്ലൂട്ടോക്രസി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ, ആ സമൂഹത്തിലെ ഏറ്റവും സമ്പന്നരായ മനുഷ്യർ നിയന്ത്രിക്കുന്നതാണ്. അവിടെ കാരണം ആ ഒരു ഐഡിയോളജിക്ക് പ്രത്യേകമായിട്ട് ഒരു ഇന്റലക്ച്വൽ ഇതൊന്നുമില്ല. ജസ്റ്റ് ഇതാണ് സംഭവം, പണക്കാർ സമൂഹത്തെ നിയന്ത്രിക്കുന്നു. ഇത് 1631 ആദ്യമായി ഉപയോഗിക്കപ്പെട്ട ഒരു വാക്കാണ് പ്ലൂട്ടോക്രസി എന്ന് പറയുന്നത്. പിന്നെ പലപ്പോഴായിട്ട് ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് ഈ US, UK അതുപോലുള്ള ലിബറൽ ഡെമോക്രസീസിനെ കളിയാക്കാൻ വേണ്ടി, അതിനെ ഒന്ന് റിഡിക്യൂൾ ചെയ്യാൻ വേണ്ടി സോവിയറ്റ് യൂണിയനൊക്കെ ഇത് വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നാസി ജർമ്മനിയും ഇങ്ങനെ ഈ പ്ലൂട്ടോക്രസി, ഇതെല്ലാം പ്ലൂട്ടോക്രാറ്റിക് സ്റ്റേറ്റ് ആണെന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ സമൂഹത്തെ എല്ലാം നിയന്ത്രിക്കുന്നത് പണക്കാരാണെന്ന്. ഇപ്പോൾ ഇത് പറയാൻ കാരണം അമേരിക്കൻ ശതകോടീശ്വരനായിട്ടുള്ള ഇലോൺ മസ്ക് ജർമ്മനിയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്നാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പേര്. ഇന്ന് ആ രാഷ്ട്രീയ പാർട്ടി ജർമ്മനിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയാണ്. അപ്പോൾ അവിടെ ഫെബ്രുവരിയിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പാർട്ടി ജയിക്കണം എന്ന രീതിയിൽ, ആ പാർട്ടി ജയിപ്പിക്കണം എന്ന രീതിയിൽ ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ X എന്ന പണ്ടത്തെ ട്വിറ്ററിലൂടെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന പാർട്ടി ഒരു വലതുപക്ഷ പാർട്ടിയാണ്. അവര് ഈ ലോകം മുഴുവനുള്ള വലതുപക്ഷ പാർട്ടികളുടെ എല്ലാ സ്വഭാവവും ഈ പാർട്ടിക്കുമുണ്ട്. അത് ബേസിക്കലി ഇമിഗ്രൻസിനെതിരാണ് ഈ പാർട്ടി. പുറത്തുനിന്ന് ആരും അങ്ങനെ ജർമ്മനിയിലേക്ക് വരണ്ട എന്ന് നിഷ്കർഷിക്കുന്ന ഒരു പാർട്ടിയാണ് അവരുടേത്. പ്രത്യേകിച്ച് ജർമ്മനിയിൽ ഇപ്പോൾ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ മുഴുവനായിട്ട് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഈ മൈഗ്രൻസ് വരണമാണ്. പ്രത്യേകിച്ച് ഈ ആഫ്രിക്കയിൽ നിന്നും മറ്റ് ഈ യുദ്ധമുള്ള ഈ സബ് സഹാറൻ അതുപോലത്തെ രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ഈ അറബ് രാജ്യങ്ങളിൽ, ചില രാജ്യങ്ങളിൽ ഒരുപാട് ഇപ്പോൾ സിറിയയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് ഒരുപാട് ആൾക്കാർ യൂറോപ്പിലേക്ക് പലായനം ചെയ്യുന്നുണ്ട്. ചില രാജ്യങ്ങളൊക്കെ അവർക്ക് റെഫ്യൂജീസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ചിലർ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ വലിയ പ്രശ്നങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഈ അഭയാർത്ഥികൾ ഒരുപാട് വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഡെമോഗ്രാഫിക് ചേഞ്ച് വരും. ഇവര് വല്ലാത്തൊരു ലോലെസ്നെസ് ആണ്. ഇവർ വരുന്നത് അരക്ഷിതാവസ്ഥയുള്ള നാട്ടിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് മൈഗ്രേഷൻ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇതുപോലുള്ള ഇഷ്യൂസ് ഉയർത്തുന്ന ഒരു പാർട്ടിക്ക് ഇലോൺ മസ്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്കറിയാം ഇക്കഴിഞ്ഞ അമേരിക്കൻ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ട്രംപിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഇലോൺ മസ്ക്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമായിട്ടുള്ള X മീൻസ് ട്വിറ്റർ, പണ്ടത്തെ ട്വിറ്റർ, അതിലൊക്കെ ട്രംപിന് വലിയ രീതിയിൽ പിന്തുണ അദ്ദേഹം കൊടുത്തിരുന്നു. അപ്പോൾ പലരും പറയുന്നത് ട്രംപിന് ഫണ്ടിങ് ചെയ്യുന്നത് മസ്ക് ആണെന്നാണ്. അദ്ദേഹം ഒരു ശതകോടീശ്വരനാണല്ലോ. കാരണം എന്തൊക്കെയാലും ഇലക്ഷൻ വരുമ്പോഴത്തേക്കും വലിയ രീതിയിലൊരു ഫണ്ടിങ് വേണം. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഡ്വൈസറാണ്, ട്രംപിന്റെ അഡ്വൈസറാണ് ഇപ്പോൾ ഇലോൺ മസ്ക്. അപ്പോൾ ഗവൺമെന്റിലും ഇലോൺ മസ്കിന് ഒരു സേ ഉണ്ട്. അപ്പോൾ ഈ പ്ലൂട്ടോക്രസി എന്ന വാദം ശരിവെക്കുന്നതാണ് ഇപ്പോൾ അമേരിക്കയിൽ ഇദ്ദേഹം നടത്തുന്നത്, ഇലോൺ മസ്ക്. ഈ അത് മാത്രമല്ല, ഈ ലോകരാജ്യങ്ങളെ മൊത്തം ഈ കോടീശ്വരന്മാര് കയ്യാളി വെച്ചിരിക്കുകയാണെന്ന് പണ്ട് തൊട്ടേ നമ്മൾ കോൺസ്പിറസി സാധാരണപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ പറയുന്നതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതുപോലുള്ള ആളുകൾക്ക് ഒരുപാട് ഫോളോവേഴ്സാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് ട്വിറ്ററിൽ ഇലോൺ മസ്ക് ഒരു ഡോജ് കോയിനെ പറ്റി ഒരു ജസ്റ്റ് ട്വീറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആളുകൾ ഓടി ചെന്ന് അത് വാങ്ങിക്കുകയാണ് ചെയ്തത്. അതെ, ക്രിപ്റ്റോ കറൻസി ഡോജ് കോയിന്, അതിന് ഒരു കൃത്യമായിട്ടൊരു അടിസ്ഥാനം ഇല്ലാത്തൊരു കോയിനാണ് ഡോജ് കോയിൻ. അപ്പൊ അത് ആളുകൾ വാങ്ങിച്ചു കൂട്ടുകയാണ്. അപ്പൊ അത്രത്തോളം ഇൻഫ്ലുവൻസ് ആണ് ഇതുകൂട്ടുള്ള കോടീശ്വരന്മാര് സാധാരണപ്പെട്ട ജനങ്ങളിൽ ചെയ്യുന്നത്. അത് ലോകരാഷ്ട്രങ്ങളിലേക്കാവുമ്പോൾ അവരുടെ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടും അവരുടെ നയങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ലോകരാജ്യങ്ങളെ ഇവർ ഉപയോഗപ്പെടുത്തില്ലേ? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം ഈ ഇലോൺ മസ്കിന്റെ വളർച്ച വലിയ വേഗത്തിലായിരുന്നു. കാരണം ഒന്ന്, അദ്ദേഹത്തിന്റെ ടെക്നോളജി, അദ്ദേഹം അവതരിപ്പിക്കുന്ന ടെക്നോളജിയും വേറെ ആർക്കും ഓഫർ ചെയ്യാൻ പറ്റാത്ത ടെക്നോളജിയാണ്. ഇപ്പൊ നമ്മൾ ടെസ്ല കാർസ്, പല നല്ല മോഡൽസ്, അതെ, ഇലക്ട്രിക് കാറുകൾ, അതെ, സ്പേസ് എക്സിന്റെ ഇത് ഇപ്പോ അദ്ദേഹം പറയുന്നത് ഈ ജിമെയിലിന് ബദലായിട്ട് ഒരു Xmail അദ്ദേഹം ലോഞ്ച് ചെയ്യാൻ പോവാണെന്ന് വാർത്ത കണ്ടിരുന്നു. അപ്പോൾ ഇതുപോലെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് ആണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. പിന്നെ പലരും ഒരു ഫോർകാസ്റ്റ് ചെയ്യണത് അദ്ദേഹത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ആവണം ഫ്യൂച്ചറിൽ. അപ്പൊ അതിനുവേണ്ടി ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ് അദ്ദേഹം ഇപ്പോൾ ഇടുന്നതെന്നും പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ഒന്ന്, ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാണ്, ശതകോടീശ്വരനാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പൊ ബേസിക്കലി ഈ നമ്മുടെയൊക്കെ നാട്ടിലാണ് ഇപ്പോൾ അംബാനി അഡാനി ഇഷ്യൂസ് ഉണ്ടല്ലോ.
വലിയ രീതിയിൽ ചർച്ച നമ്മുടെ ചെയ്യപ്പെടുന്ന നാട്ടിലെ ആളുകൾക്ക് ഒരു രാഷ്ട്രീയക്കാരൻ പാവപ്പെട്ടവനായിരിക്കണം. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ശരിയാണ്. എപ്പോഴും ഉണ്ട്. അതെ അതെ. ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ അവനൊന്നും പാടില്ല. അപ്പൊ വരുമ്പോ തന്നെ കീറി ഉടുപ്പും, പല രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ട്, കീറി ഉടുപ്പ്, കീറിയ മുണ്ട്, അഴുക്കായ ഷർട്ട്, ഞാൻ ദരിദ്രനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിലൊന്നുമില്ല. അത് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന റിപ്പോർട്ടിൽ തന്നെ അക്കൗണ്ടിൽ 5 രൂപ പോലും കാണത്തില്ല. അങ്ങനെയുള്ളവരാണ് 5 ലക്ഷം 10 ലക്ഷം കൊടുത്ത് ഇലക്ഷനകത്ത് മത്സരിച്ച് അതിനുവേണ്ടി ലക്ഷങ്ങള് വേറെ ചെലവാക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഇലക്ഷന് വേണ്ടി ഓരോ സ്ഥാനാർത്ഥികളും ചെലവഴിക്കുന്നത്. അത് കണക്കിൽ പെട്ടതും പെടാത്തതും ഒക്കെ കൂടി. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, നേതാക്കളൊക്കെ പാവപ്പെട്ടവരായിരിക്കണം, ആരും പണക്കാരാണെങ്കിൽ ഞങ്ങൾ വോട്ട് തരും. അതെ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു മാറി വരുന്നുണ്ട്. അത് വലിയ രീതിയിൽ ഇപ്പൊ അത് ചർച്ചയാവണില്ല. ഒന്നാമത്തെ കാര്യം 1990-കൾക്ക് ശേഷം ഇന്ത്യയിൽ വലിയ രീതിയിൽ ഗ്ലോബലൈസേഷൻ വന്നല്ലോ. അപ്പോൾ ഒന്ന് വലിയ രീതിയിൽ ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലേക്കാണെങ്കിൽ ഒരു ശരാശരി മലയാളിയുടെ ഒരു ലിവിങ് കണ്ടീഷൻ അത് വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അല്ല, ഇപ്പോഴത്തെ യുവജന പലപ്പോഴും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് രാഷ്ട്രീയം അല്ലാതെ വേറെ എന്തെങ്കിലും തൊഴിലുണ്ടോ? ആ ഒരു ചോദ്യം വരുന്നത് കൊണ്ടാണ് ഇവരെല്ലാം ആ ഒരു രീതിയിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ MPസിനും MLAസിനും കിട്ടുന്ന ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് കാർ കൊടുക്കും, പിന്നെ ശമ്പളം ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു VIP ആയി ഒരു MP അല്ലെങ്കിൽ MLA എന്ന് പറഞ്ഞാൽ ബേസിക്കലി VIP ആയി പെൻഷൻ, അതെ ഉറപ്പായിട്ട് പെൻഷൻ ഉണ്ട്. അപ്പൊ നാച്ചുറലി ഇപ്പോൾ പല വീഡിയോസ് ഈ UK, ഓസ്ട്രേലിയ അതുപോലത്തെ പാർലമെന്റേറിയൻസിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ UK പാർലമെന്റിൽ മലയാളികളൊക്കെ ഉണ്ട്, ഇവിടുന്ന് പണ്ട് മൈഗ്രേറ്റ് ചെയ്ത് പോയ. അപ്പൊ അവര് പറയണത് അവർക്ക് സ്റ്റേറ്റ് കാർ ഒന്നുമില്ല, അവർ ബസ് പിടിച്ച് പാർലമെന്റിൽ പോയി സംസാരിക്കും. അപ്പൊ ഇവിടുത്തെ ഒരു കൾച്ചർ അല്ല അവിടുത്തെ കൾച്ചർ. അപ്പൊ അങ്ങനെ ഒരു വേറെ രീതിയാണ് അവിടെ ഉള്ളത്. പിന്നെ ഈ മസ്കിന്റെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചാൽ, നേരത്തെ പറഞ്ഞല്ലോ മസ്കിന്റെ ടെക്നോളജിയൊക്കെ വലിയ ഇതുണ്ട്. അപ്പോൾ മസ്കിന്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് മസ്കിന് ആസ് എ പൊട്ടൻഷ്യൽ പ്രസിഡന്റ് കാൻഡിഡേറ്റ്. ഒന്ന്, ട്രംപ് ഈ വഴി വന്നു, പ്രസിഡന്റായി. അപ്പൊ ഇപ്പൊ മസ്ക് ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളുടെ ഇതിൽ കൂടെ ഇൻവോൾവ് ആവുക. മസ്കിന് ജർമ്മനിയിലെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല, ഒരു ട്വീറ്റ് ഇടേണ്ട പോലും ആവശ്യമില്ല. ഇതിനി കണ്ടിന്യൂ ചെയ്യുവോ എന്ന് നമ്മൾ അറിയണം. കാരണം ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ചർച്ച ചെയ്ത ഒരു പേരാണ് ജോർജ് സോറസിന്റെ. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുക ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. അദ്ദേഹത്തിന് പല രീതിയിൽ ഒരു ന്യൂ വേൾഡ് ഓർഡർ കൊണ്ടുവരണം, ഒരു പുതിയ ലോകക്രമം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. അപ്പോൾ ഇതുപോലെ തന്നെയാണോ ഇനി ഈ മസ്ക് ചെയ്യാൻ പോണത്? മസ്ക് ഇപ്പോൾ ഒരു ഹീറോ ആയിട്ടാണ് മസ്ക് നിൽക്കുന്നത്. ഒരു കാണാൻ സുമുഖനായ ഒരു വ്യക്തി, ശതകോടീശ്വരൻ, നല്ല ടെക്നോളജി സാധനങ്ങൾ കൊണ്ടുവരുന്നു, സ്റ്റാർലിങ്ക് പോലെയുള്ള ടെക്നോളജീസ് വരുന്നു, മറ്റ് ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾ. ഇനി ഇയാൾ മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങളിലും കൂടെ ഇടപെട്ട് ഇത് പുള്ളി ഒരു വില്ലൻ ആകുമോ എന്ന് കൂടി നമ്മൾ അറിയാം. അല്ല, അദ്ദേഹം കൃത്യമായി ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് പറയാൻ ഒരു മീഡിയം ഇല്ലാതിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം ട്വിറ്റർ ഏറ്റെടുക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി എനിക്കൊരു സ്പേസ് ഇല്ല. അങ്ങനെയാണ് അദ്ദേഹം ട്വിറ്റർ ഏറ്റെടുത്തിട്ട് ട്വിറ്റർ അദ്ദേഹത്തിന്റെ രീതിയിലേക്ക് എക്സ് എന്ന രീതിയിൽ പേര് മാറ്റി അദ്ദേഹം കൂടുതൽ ആളുകളിലേക്ക് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അറിയിക്കാൻ വേണ്ടി ആ ഒരു മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം, എല്ലാവരും നമ്മൾ പണ്ട് സാധാരണപ്പെട്ട ആരും ട്വിറ്റർ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. കൂടുതലും യൂസ് ചെയ്യുന്നത് സെലിബ്രിറ്റി അല്ലെങ്കിൽ വലിയ വലിയ ആളുകളാണ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവരുടേതായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വേദി ഇപ്പോൾ കൈയാളുന്നത് ഇലോൺ മസ്ക് ആണ്. കാരണം അത് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. എല്ലാ രാഷ്ട്രങ്ങളിലും തനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം, അത് അദ്ദേഹം കൃത്യമായ അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഈ ട്വിറ്റർ ഇദ്ദേഹം മേടിക്കാൻ പോയപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു ഒരു ബാഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ അവരെല്ലാവരും മസ്ക് തെറ്റാന്ന് തെളിയിച്ചു. കാരണം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ന്യൂസിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സോഴ്സ് ട്വിറ്റർ ആണ്, എക്സ് ആണ്. ഒന്നാമത്തെ കാര്യം, നേരത്തെ ഭയങ്കരമായിട്ട് സെൻസറിങ് ഉണ്ടായിരുന്നു, ഇപ്പൊ സെൻസറിങ് ഇല്ല. ഇപ്പൊ പേഴ്സണലി ഇപ്പോൾ ഞാൻ ഈ യുദ്ധങ്ങൾ നടക്കുവാണല്ലോ മിഡിൽ ഈസ്റ്റിലും, റഷ്യ യുക്രൈൻ, ഏറ്റവും ആധികാരികമായിട്ട് നമുക്ക് ന്യൂസ് കിട്ടുന്നത് ഈ എക്സിൽ നിന്നാണ്. കാരണം ഇപ്പൊ തെറ്റായിട്ടുള്ള ഫേക്ക് ന്യൂസ് ആണെങ്കിൽ അതിന്റെ കൃത്യമായിട്ടതായിട്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ഇത് ഫേക്ക് ന്യൂസ് ആണ്, ഇത് പണ്ടെന്ന് പറഞ്ഞ കാര്യം, അത് ഫാക്ട് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത് എങ്ങനെയായിരിക്കും മസ്ക്, അദ്ദേഹത്തിന് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് മസ്ക്, അക്കാര്യം നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കണം. അയാൾക്ക് ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരനോ ഒന്നും അല്ല മസ്ക്. മസ്കിന് കൃത്യമായ അജണ്ട ഉണ്ട്. മസ്ക് ഈ ലോകം എങ്ങനെ പോകണം എന്ന് കൃത്യമായി ആൾക്ക് അറിയാം. അതുകൊണ്ടാണ് സ്പേസ് എക്സ് പോലുള്ള കമ്പനികൾ ഒരു 10 വർഷത്തിനപ്പുറത്തേക്കുള്ള ഒരു കമ്പനി ഇപ്പോഴേ ബിൽഡ് ചെയ്ത്, നാസക്കില്ല ടെക്നോളജിയാണ് സ്പേസ് എക്സ് എന്നുള്ളത്, അതൊരു പ്രൈവറ്റ് ഇതിന്. അപ്പോൾ അത്രത്തോളം അയാൾ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് ഈ ജർമ്മനിയിലെ ഇലക്ഷന് വേണ്ടി ഇദ്ദേഹം ഇടപെടണതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ജർമ്മനി ആകുമ്പോഴത്തേക്കും അദ്ദേഹം ഫ്രാൻസിൽ പോകും,
അത് കഴിയുമ്പോഴത്തേക്കും UK ഇലക്ഷൻ ഉണ്ടാവും, അത് പ്രശ്നമാകും. അതെ, മറ്റു രാഷ്ട്രങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ അത് കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല അത്. അല്ല, അത് ബേസിക്കലി പ്ലൂട്ടോക്രസി വരുന്നു എന്ന ഒരു കൃത്യമായ സൂചന നൽകും. കോടീശ്വരന്മാര് രാജ്യത്തെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അരക്ഷിതാവസ്ഥയായിരിക്കും അവസാനത്തെ. എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവും. അതെ, അതാണ് പ്രശ്നം. ആളുകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങും. ഒരു മുതലാളിത്ത ഭരണം എന്നൊക്കെ പറഞ്ഞു വരുന്ന രീതിയിൽ നമ്മുടെ രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കാം. എന്തായാലും നമുക്ക് നോക്കിക്കാണാം ഇനി എന്തായിരിക്കും.